നമസ്കാരം. കേരളത്തിനിട്ട് പണി തരാൻ നോക്കിയ കമ്പനിക്ക് കിടിലം പണി തിരിച്ചു കൊടുത്ത സംസ്ഥാന സർക്കാർ. ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുതള്ളിയ സൺഏജ് ഇക്കോ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വിവിധ ഗ്രാമങ്ങളിൽ ഇവർ ആശുപത്രി മാലിന്യം തള്ളിയിരുന്നു. സർക്കാരുമായി കരാറുണ്ടായിരുന്ന കമ്പനിയെ അതോടെ കരിമ്പട്ടിയിൽ പെടുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ശുചിത്വ മിഷനാണ് ഈ ഏജൻസിക്ക് അംഗീകാരം നൽകിയത്. അനധികൃതമായി മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയതിൽ 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്ന സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിന് ഏജൻസി അതേസമയം മറുപടി നൽകിയിരുന്നില്ല. 3 വർഷം കരിമ്പട്ടിയിൽ പെടുത്തിയാണ് തുടർന്ന് ശുചിത്വ മിഷൻ ഉത്തരവിറക്കിയത്. നിയമവിരുദ്ധ പ്രവൃത്തിയിലൂടെ സർക്കാരിനുണ്ടായ ചെലവും കമ്പനിയുടെ ബാധ്യതയായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നോഡൽ ഓഫീസറായ ശുചിത്വ മിഷൻ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നതായിരുന്നു. എന്നാൽ നോട്ടീസിന് മറുപടി നൽകിയില്ല. തുടർന്ന് നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനു പുറമെ അജൈവ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിന് ശുചിത്വ മിഷൻ കമ്പനിക്ക് നൽകിയ എംപാനൽമെന്റും റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആശുപത്രികളിലെ ബയോമെഡിക്കൽ മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തിരുന്നു. തമിഴ്നാട് സർക്കാരും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ സൺഏജ് ആണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തി. കമ്പനി തള്ളിയ ആശുപത്രി മാലിന്യം കേരളം പൂർണ്ണമായി നീക്കിയിരുന്നു. ഭൂരിഭാഗവും ക്ലീൻ കേരള കമ്പനിയുടെ കൊല്ലം, പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ ഗോഡൌണിലെത്തിച്ചു. മാലിന്യം നീക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ നൽകിയെന്നാണ് തമിഴ്നാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാലിന്യം നീക്കിയതായി ഹരിത ട്രിബ്യൂണലിലെ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും അറിയിച്ചു. തലസ്ഥാന നഗരിയിലെ ആശുപത്രികളിൽ നിന്നുള്ള ടൺ കണക്കിന് മാലിന്യമാണ് തിരുനെൽവേലിയിലെ കൊണ്ടാനഗരം, പളവൂർ, കോടനല്ലൂർ, മേലത്തടിയൂർ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിൽ വലിച്ചെറിഞ്ഞത്. ഇതിനെതിരെ തമിഴ്നാട് സർക്കാരും ദേശീയ ഹരിത ട്രിബ്യൂണലിൽ രംഗത്തെത്തി. തുടർന്ന് കേരള സർക്കാർ മാലിന്യം തിരിച്ചെടുത്തു. എന്തായാലും സംഭവത്തിൽ കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുത്ത് ജനുവരി 2-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹരിത ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ നെല്ലായിൽ തള്ളിയ മെഡിക്കൽ മാലിന്യം കേരളത്തിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് മാലിന്യം കേരളത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിനായി തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടർ സച്ചി, ഹെൽത്ത് ഓഫീസർ ഗോപകുമാർ എന്നിവർ ഉൾപ്പെടെ 20-ലധികം ഉദ്യോഗസ്ഥർ നെല്ലായിൽ എത്തിയിരുന്നു. നേരത്തെ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സേലം ജില്ലയിൽ നിന്നുള്ള ചെല്ലതുരൈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് നിതിൻ ജോർജ് എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് മെഡിക്കൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളാൻ ഉപയോഗിച്ചത് ചെല്ലാതുരയുടെ ലോറിയാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് ലോറിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.